നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മറ്റന്നാള് കല്യാണവും ഭംഗിയായിട്ട് തന്നെ നടക്കണം. എന്റെ പേര് ദേവിക എന്ന. ഇത് എന്റെ മുത്തശ്ശന. നാരായണൻ നായർ. എന്താ വേണ്ടത്? നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. കൊച്ചുമോളുടെ കല്യാണമാണ്. അതിന് സ്വർണം വാങ്ങണമെങ്കിൽ വായ്പ എടുത്തേ പറ്റൂ. ഇദ്ദേഹം സ്വർണം വാങ്ങാനായിട്ട് പണം കടം കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കേട്ടത് ശരി തന്നെയാ. സ്വർണം വാങ്ങാൻ ഞാൻ പണം കടം കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. നിങ്ങളെനിക്ക് തീരെ പരിചയമില്ലല്ലോ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതാണ്. ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. പരിചയമില്ലാത്തവർക്ക് പണം തരാൻ പറ്റില്ല. അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പകരം ഗ്യാരണ്ടി നിൽക്കണം. അതുമല്ലെങ്കിൽ കടം തരുന്ന പണത്തിന് തക്കതായ എന്തെങ്കിലും ജാമ്യം വെക്കണം. ഞാനിവിടെ ശാരദാദേവി മെമ്മോറിയൽ സ്കൂളിലെ ടീച്ചറാ. ആണോ? നമ്മുടെ പൊന്നാരത്തോട്ടത്തുകാരുടെ സ്കൂളല്ലേ അത്? ആ അതെ. അവരറിയോ? അത് കൊള്ളാം. അവരെ ആർക്കാ അറിയാത്തത്? അവരിവിടുത്തെ പ്രമുഖന്മാരല്ലേ. അവരെ എനിക്കറിയാം. അവർക്ക് എന്നെ അറിയാം. അവിടുത്തെ മഹാദേവന്റെയും ജാനകിയുടെയും മകൻ ഋഷിയാണ് എന്റെ കൊച്ചുമോളെ വിവാഹം ചെയ്യുന്നത്. അതെയോ? എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? പൊന്നാരത്തോട്ടത്തെ ബന്ധുക്കൾക്ക് പണം തരുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പണം എത്ര വേണമെങ്കിലും തരാം. അയ്യോ, അത്രയ്ക്ക് പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. സ്വർണം വാങ്ങാനുള്ള പണം മാത്രം മതി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് വീട്ടുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്വല്ലറി ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണം സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്നെ വിളിക്കുക. എന്റെ ആള് വന്ന് പേയ്മെന്റ് നടത്തിക്കോളൂ. അതിനുശേഷം ഇവിടെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മതി. ഇതാണ് എന്റെ നമ്പർ. വളരെ ഉപകാരം. ഞങ്ങൾ പോയിട്ട് വിളിക്കാം. ശരി മുത്തശ്ശ. ശരിയെന്നാ. അയ്യോ മുത്തശ്ശ. അയ്യോ അയ്യോ അമ്മേ. അയ്യോ അയ്യോ ചേട്ടാ ചേട്ടാ അയ്യോ ചേട്ടാ ചേട്ടാ. നിങ്ങളുടെ വീട് എവിടെ? ആരോ എന്നെ ഇടിച്ചിട്ടിട്ട് പോയി. മോളെ ഒരു ഓട്ടോ വിളിക്കും. നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാ ബോധം ശരിക്കും വന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കായിരുന്നു. വേണ്ടെന്ന് വാശി പിടിച്ചതുകൊണ്ടാ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് വേദന ഉണ്ടെന്നേ ഉള്ളൂ. അതങ്ങ് ചൂടുവെള്ളത്തെ കുറിച്ചാ മാറും. നിങ്ങൾ പൊയ്ക്കോ. അയ്യോ അയ്യോ, എന്തു പറ്റി? എന്താ ഉണ്ടായേ? നീ ഉണ്ടായിരിക്കേ. പേടിക്കാനൊന്നുമില്ല. ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു ബൈക്ക് എന്നെ തട്ടി. ഞാൻ ഉരുണ്ട് നിലത്ത് വീണു. അയ്യോ, എന്നിട്ട്? ഇടിച്ച ബൈക്കുകാരൻ നിർത്താതെ പോയി. പിന്നെ ഇവരാ തക്ക സമയത്ത് എന്നെ രക്ഷിച്ചത്. എന്നിട്ട് കുഴപ്പം വല്ലതുണ്ടോ? ഒന്നുമില്ല. ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? പേടിക്കാനൊന്നുമില്ല. ആ, ഇതെന്റെ ഭാര്യ വനജ. നമസ്കാരം. നിങ്ങൾ ഇരിക്കൂ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. വനജ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് പോകാൻ ഇത്തിരി ധൃതിയുണ്ട്. അതുകൊണ്ടാ. മുത്തശ്ശി. ടീച്ചറെ. അഖില വാ മോളെ. മോളുടെ വീടാണിത്.
നമ്മുടെ അഖിലക്കുട്ടിയുടെ ടീച്ചറാ നിൽക്കുന്നല്ലേ? ഞങ്ങളുടെ പേരക്കുട്ടിയെ അറിയല്ലേ? അപ്പൊ ഇത് അഖിലയുടെ മുത്തശ്ശനും മുത്തശ്ശിയോ അല്ലേ? ഇതെന്റെ മുത്തശ്ശൻ, ഇതെന്റെ മുത്തശ്ശി. മുത്തശ്ശ, ഈ ടീച്ചർ ആരാന്ന് മനസ്സിലായോ? ഇല്ല മോളെ, ആരാ? ഈ ടീച്ചറാ അന്ന് എന്നെ രക്ഷിച്ചത്. ആണോ? അന്ന് സ്കൂളിൽ നടന്ന സംഭവം അച്ഛനും അമ്മയും ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു. അത് വല്ലാത്തൊരു സംഭവമായി പോയി. ദൈവമേ, ആരാ ഇവിടെ പൂട്ടിയിട്ടെന്ന് വല്ല വിവരം കിട്ടിയോ? ഇല്ല, അന്നവിടെ CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളെ കണ്ടെത്താൻ പറ്റിയില്ല. ടീച്ചറെ, എന്താ ഇവിടെ? അന്ന് മോളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? ആ, അതുപോലെ ഇന്ന് മുത്തശ്ശനെയും ഈ ടീച്ചറും മുത്തശ്ശനും ചേർന്ന് ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. മുത്തശ്ശന് എന്താ പറ്റിയേ? അതൊക്കെ മോളോട് മുത്തശ്ശൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. എനിക്കും എന്റെ കുടുംബത്തിനും ദേവിക ടീച്ചറിനോട് വലിയ കടപ്പാടായിരിക്കുക. അങ്ങനെയൊന്നുമില്ല. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തേ? എന്നെ എന്റെ പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഇവിടെ എത്തിച്ചതും ദേവിക ടീച്ചറല്ലേ? അതിനൊരു പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യുപകാരം? എന്ത് പ്രത്യുപകാരം? നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ജാതകം കൊണ്ടുവന്ന അത് ഞാൻ സൗജന്യമായി പരിശോധിച്ച് അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഗണിച്ച് പരിഹാരം പറയും. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. മുത്തശ്ശ, അതിനൊക്കെയുള്ള സമയമുണ്ടോ? നാളെ കഴിഞ്ഞ് മറ്റന്നാള് എന്റെ അനിയത്തിയുടെ കല്യാണം. അതിനിടയിൽ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ സ്വർണം വാങ്ങിക്കാനായി ഇറങ്ങിയതാ. ഇനിയും ഇവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ വൈകും. ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തശ്ശ വന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇറങ്ങട്ടെ മോളെ. അത് ശരിയാ. നാളെ ഒരു ദിവസം കൂടിയില്ലോട് കല്യാണത്തിന്. നെട്ടോട്ടോ ഓടണം. എന്തായാലും തിരക്കൊഴിഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ, ശരി മോളെ, പോവാട്ടോ. ശരി ടീച്ചർ, ടാറ്റാ. ശരി ശരി. വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാം ഇതുവരെ നടന്നു. മറ്റന്നാള് കല്യാണവും ഭംഗിയായിട്ട് തന്നെ നടക്കണം. ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ടങ്ങളൊക്കെ എല്ലാവരും മറക്കണം. എന്നിട്ട് എല്ലാരും നിറഞ്ഞ സന്തോഷത്തോടെ വേണം കല്യാണത്തിന് പങ്കെടുക്കാൻ. അയ്യേ, ഞങ്ങളതൊക്കെ മറന്നു അല്ലേ മോളെ? അല്ല, അത് നീ ഇനി ഒന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, അത്ര തന്നെ. നാളെ മുതല് ഒരു കോടീശ്വര കുടുംബത്തിലാ നീ മരുമകളായി വാഴാൻ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.